Hello guys and welcome back to Best Car Picks. എനിക്കറിയാം ഞാനങ്ങനെ ഒരുപാട് കാറിൻ്റെ അകത്തിരുന്ന് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല എന്ന്. പക്ഷേ എന്നാൽ നമ്മളിപ്പോൾ ചെയ്യാനുള്ള റീസൺ ഇതാണ്. ഇതൊരു ഡാഷ് ക്യാം ആണ്. ഞാനിത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ ഒരു ഡാഷ് ക്യാം വെക്കണമെന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്ന ഒരു ഡാഷ് ക്യാം ആണ്. പക്ഷേ എൻ്റെ വണ്ടിയിലും ഇനി ഇത് തന്നെയായിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ അതായത് ഈ ഡാഷ് ക്യാമിൻ്റെ പ്രൈസ് വരുന്നത് 5000 rupees ആണ്. നിങ്ങൾക്കത് ആമസോൺ വഴിയൊക്കെ വാങ്ങാൻ പറ്റും. ആൻഡ് ഇതിപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സൊക്കെ വെച്ചാണ് ഈ ഒരു സംഭവം വരുന്നത്. ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം വരുന്നത്. ഇത് GPS ഉള്ള മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് GPS-ൻ്റെ ഒരു ചെറിയ സ്റ്റിക്കർ വരുന്നുണ്ട്. GPS ഉള്ള മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് സ്പീഡ് ട്രാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പോകുന്ന സ്പീഡൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ താഴത്ത് നമ്മളിപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു കാണിക്കുന്നതായിരിക്കും. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഇതിപ്പം GPS ഉള്ള മോഡലായതുകൊണ്ട് ഇതിന് 500 രൂപ കൂടുതലാണ്. 5000 രൂപയാണ് അതിൻ്റെ പ്രൈസ്. GPS ഇല്ലാത്ത മോഡൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4500 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ആക്ച്വലി 4499 ആണ്. ഇതിൻ്റെ പ്രൈസ് ആമസോണിലൊക്കെ വരുന്നത് 4999 ആണ്. ഞാനിത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുത്തേക്കാം. നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന 2 സാധനങ്ങളാണ്. ഒന്ന്, ഇതൊരു വാറണ്ടി കാർഡാണ്. ഓക്കെ, 12 മാസം വരെയുള്ള വാറണ്ടി പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് ഇതിൻ്റെ ഒരു സ്പെക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഇൻസ്റ്റലേഷനൊക്കെ എളുപ്പമാക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കാർഡാണ്. ഇവിടെ ഇതിൻ്റെ ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്പെക്ക് വരുന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് ജിട്രോണിൻ്റെ ACE 2 എന്ന് പറയുന്ന ഡാഷ് ക്യാമിൻ്റെ GPS ഉള്ള മോഡലാണ്. അതിന് ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 4MP സെൻസറാണ്. നമ്മുടെ നോവാടെക്കിൻ്റെ ഡ്യുവൽ കോർ പ്രോസസ് സെൻസറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് റെസൊല്യൂഷൻ വരുന്നത് 1440p ആണ്. അതായത് 2K-യിലായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാമറ ഇതെല്ലാം ഫുട്ടേജൊക്കെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് നമുക്ക് G സെൻസർ അവൈലബിൾ ആണ്. അതുകൊണ്ട് സ്പീഡ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വോയിസ് കമാൻഡ്സ് വരുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് പോയിന്റ് വരുന്ന ഡാഷ് ക്യാമിൽ ഒന്നും തന്നെ അങ്ങനെ വോയിസ് കമാൻഡ്സ് കാണാത്തതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫിക്സഡ് കമാൻഡ്സ് ഉണ്ട്. അതായത് കണ്ടില്ലേ, ടേക്ക് പിക്ചർ, അതുപോലെ ലോക്ക് ദ വീഡിയോ, പിന്നെ ടേൺ ഓൺ വൈഫൈ, ടേൺ ഓഫ് വൈഫൈ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കമാൻഡ്സ് വരുന്നത്. ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ റീഡ് ചെയ്ത് നമ്മുടെ ഡാഷ് ക്യാം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇത് iOS-ൻ്റെ കൂടെയും ആൻഡ്രോയിഡിൻ്റെ കൂടെയൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഗാഡി ക്യാം എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്താണ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് SD കാർഡ് വരുന്നതായിരിക്കില്ല. നിങ്ങൾ തന്നെ അത് അഡീഷണൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത് സാംസങ്ങിൻ്റെയും സ്ട്രോൺഷെത്തിൻ്റെയും അതുപോലെ SD കാർഡൊക്കെയാണ് പ്രോപ്പറായിട്ട് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് 256 GB വരെയുള്ള SD കാർഡ് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് വരാത്തതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ചത് ആക്ച്വലി 128-ൻ്റെ ആണ്. സാംസങ്ങിൻ്റെ Evo Plus എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഞാൻ വാങ്ങിയത്. അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ. 256 വേണേൽ വാങ്ങാമായിരുന്നു. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് 128-ന് വാങ്ങിയത്. നമ്മുടെ ഈ ഒരു പെട്ടിയിലുള്ള സാധനങ്ങളെല്ലാം അൺബോക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും മെയിനായിട്ട് വരുന്ന ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ക്യാമറ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റിക്കർ അവർ വെച്ചിട്ടുണ്ട്. സോ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. സോ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നെക്സ്റ്റ് ജിട്രോണിൻ്റെ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് തണ്ട ഈ സാധനം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. നമുക്ക് കണ്ടോ, ഇത് നമുക്ക് ഊരി എടുത്തിട്ട് ഈ സാധനം മാത്രമായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും വണ്ടിയിൽ. ഇത് ആദ്യം ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്താൽ മതിയോ? ഇതല്ല, ഇതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു അഡീഷണൽ ആയിട്ടൊരു സ്റ്റിക്കർ കൂടി തരുന്നുണ്ട്. നമ്മളിപ്പം ഇൻ കേസ് ഒട്ടിച്ചത് ശരിയായില്ല, നമുക്ക് ഒന്നുകൂടെ ഒട്ടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഇതെടുത്ത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു വയർ വരുന്നുണ്ട്. അതായത് ഇത് Type A to Type C കണക്ടറാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത്. നമ്മൾ ഈ ഒരു ക്യാമറയിൽ കണക്ട് ചെയ്യേണ്ടത് Type C ആണ്. അതിൻ്റെ പോർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ SD കാർഡ് ഉണ്ടത്. മുകളിൽ SD കാർഡും അതുപോലെ താഴത്ത് നമ്മൾ ഈ Type C പോയിന്റ് കണക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ഒരു തന്നിട്ടുണ്ട്. സോ ഇത് നെക്സ്റ്റ് ജിട്രോണിൻ്റെ തന്നെയാണ്. മിക്ക വണ്ടിയിലും ഈ ഒരു 12 വോൾട്ട് അഡാപ്റ്റർ എല്ലാവരും വാങ്ങി വെച്ചിട്ടുണ്ടാവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കാം. ഇവർ ജസ്റ്റ് ഇതിൻ്റെ കൂടെ തരുന്നതെന്ന് മാത്രം. ഇതിനകത്ത് 2 Type A പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വണ്ടിയിൽ ഓൾറെഡി ഉള്ള സാധനത്തിൻ്റെ അകത്ത് Type A Type C ആണ്. സോ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ചാർജർ അതിൻ്റെ അകത്തിരിക്കുന്ന Type A ആണ്, Type A to Type C. സോ ഞാൻ വേറെ Type C ചാർജർ വാങ്ങേണ്ടി വരും അത് ഉപയോഗിക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഇത് ഡാഷ് ക്യാം ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് ഇപ്പം സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലഗ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം വെക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ SD കാർഡാണ്. ഞാൻ ഈ Evo Plus എന്ന് പറയുന്ന സാംസങ്ങിൻ്റെ SD കാർഡാണ് വാങ്ങിയത്. ഇത് ഈ പെട്ടിക്കകത്ത് വരുന്ന സാധനമല്ല, ഞാൻ തന്നെ വാങ്ങിയതാണ്. ഈ സാംസങ്ങിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് ഓക്കെ എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ഡാഷ് ക്യാമും താഴത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ GPS ഉള്ള മോഡൽ, GPS ഇല്ലാത്ത മോഡൽ ഏതാണെന്ന് വെച്ചാൽ വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഡാഷ് ക്യാമിൻ്റേതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ നോക്കാം. ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം വരുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് നമ്മുടെ ഒരു വ്യൂവിങ് ആംഗിൾ കറക്റ്റ് ആക്കാനായിട്ട് റൊട്ടേറ്റ് ചെയ്യാം.
പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് പോയിന്റ്, അതായത് 5000 റേഞ്ചിലൊക്കെ വരുന്ന ഡാഷ് ക്യാംസിലൊന്നും അങ്ങനെ ഡിസ്പ്ലേ ഒന്നും ആരും കൊടുക്കാറില്ല. പക്ഷേ ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ വൈഫൈ ഓൺ ആണോ അല്ലെങ്കിൽ അതുപോലെ കുറച്ച് ഇൻഫർമേഷനൊക്കെ കാണിക്കുന്ന സംഭവമാണ്. പിന്നെ ടൈമൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കും. അതുപോലെ നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തൊരു വോയിസ് കമാൻഡ് പറഞ്ഞു വരും. അപ്പോൾ അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതിൻ്റെ അകത്ത് കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ഒരു വൈഫൈ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ബട്ടൺ കാണുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് പ്രസ് ചെയ്തൊരു മൾട്ടി ഫംഗ്ഷൻ പോലത്തെ ബട്ടണാണ്. ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഒറ്റ പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈഫൈ ഓണും ഓഫും ചെയ്യാൻ പറ്റും. 2 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മൈക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. അതുപോലെ 3 പ്രാവശ്യം 3 സെക്കൻഡ് നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വന്നിട്ട് നമുക്ക് ആ വീഡിയോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ആക്ച്വലി ഈ ക്യാമറയ്ക്കകത്ത് അതൊരു സംഭവമായിട്ടുണ്ട്, ഒരു ഫീച്ചറായിട്ടുണ്ട്. ഇത് ഒരു മോഷനൊക്കെ പെട്ടെന്ന് വരുന്ന ഒരു ഇൻസിഡൻറ്റ് പോലെ എന്തെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്ക് ചെയ്ത് വെക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിൽ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് തന്നെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 3 സെക്കൻഡ് പ്രസ് ചെയ്ത് വെച്ചാൽ ചെയ്യാൻ പറ്റും. ഇനി പിന്നെ നമ്മളിത് 8 സെക്കൻഡ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഇത് തന്നെ ഓവർ റൈഡ് ചെയ്ത് പൊക്കോളും. 128 GB ഇപ്പോൾ ഫില്ലായെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ പ്രീവിയസ് ഫയൽസ് എല്ലാം തന്നെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഫയൽസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് പൊക്കോളും. അപ്പോൾ നമ്മളായിട്ട് മാനുവലി കറക്റ്റ് ചെയ്തില്ലെങ്കിലും ഫുൾ ക്ലിയർ ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിപ്പം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഡിസ്പ്ലേ ഉണ്ടെന്ന് പറഞ്ഞ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ടൈമുണ്ട്. അതുപോലെ വൈഫൈ ഓൺ ആണോ ഓഫ് ആണോ, പിന്നെ നമ്മുടെ മൈക്കിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ആൻഡ് ഇതിപ്പം ഞാൻ ഈ ഒരു കുറച്ച് ലെഫ്റ്റ് സൈഡ് പിടിച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ എൻ്റെ ഫാസ്റ്റാഗ് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ സാധനം വരുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, എനിക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതായത് പെട്ടെന്ന് നമ്മൾ വിൻഷീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് ഈ സാധനം താഴ്ത്തിരിക്കുന്നതിൽ തോന്നും. എനിക്ക് ഇങ്ങനത്തെ വിൻഷീൽഡിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം വരികയാണെങ്കിൽ എനിക്ക് അപ്പം തന്നെ എടുത്ത് കളയാൻ തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ വിഷനിൽ അതങ്ങനെ ഡയറക്റ്റ് വരാത്ത രീതിയിലാണ് ഇത്തിരി ലെഫ്റ്റ് പിടിച്ച് വെച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഫുട്ടേജ് ഒരു ഇത്തിരി ലെഫ്റ്റ് ബേസ്ഡ് ആണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നാമത് വൈഡ് ആംഗിളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ഇത്തിരി ലെഫ്റ്റിലേക്ക് കൂടി പിടിച്ചാലും നമുക്കങ്ങനെ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നില്ലെങ്കിൽ നടുവിൽ തന്നെ വെക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഫാസ്റ്റാഗ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് നടുവിൽ തന്നെ വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ദാണ്ട് ഇവിടുന്ന് ഞാൻ നേരെ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഈ ഒരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇതിലേ വരുന്നു. ഇതിലേ വന്നിട്ട് നമ്മൾ ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ അകത്തോട്ട് കയറ്റി ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് ഇതിലേ പോയി. എന്നിട്ട് നമ്മൾ ദാണ്ട് അത് ഇവിടുന്ന് അകത്തോട്ടെടുത്തു. ഇവിടുന്ന് അകത്തോട്ടെടുത്തിട്ട് ഇതിലെ നമ്മളിത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് സാധനം കൊടുത്തു. അതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. സാധാരണ എല്ലാവരും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ചിലവർ ഡ്രൈവർ സൈഡിൽ കൂടെ എടുത്ത് ചെയ്യാറുണ്ട്, ചിലവർ ഈ സൈഡിൽ കൂടെ എടുത്ത് ചെയ്യാറുണ്ട്. ഞാൻ ഈ സൈഡിൽ കൂടെയാണ് എടുത്ത്, ഡ്രൈവർ സൈഡിൽ കൂടെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ആ ഒരു ഇത്തിരി ഞാൻ തന്നെ ചെയ്യുന്നതാണല്ലോ. എങ്ങാനും വല്ല സുപ്രഭാതത്തിലും ഇതിൻ്റെ വയറൊരു ഇത്തിരി ലൂസായി താഴത്തേക്കെല്ലാം ഹാങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടുമല്ലോ. നമ്മൾ ഈ അത്യാവശ്യത്തിനൊക്കെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വയറിൽ ചവിട്ടിയിട്ട് കാര്യമില്ല, ബ്രേക്ക് തന്നെ പിടിക്കണ്ടേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു പാസഞ്ചർ സൈഡിൽ കൂടെ തന്നെ എടുത്തേക്കാന്ന്. പിന്നെ ഈ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ വളരെ നീറ്റായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കണ്ടില്ലേ വണ്ടിയുടെ, ഇത് നമുക്ക് വേണമെങ്കിൽ അഴിച്ചെടുക്കാൻ പറ്റും. ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ അകത്തൂടെ കണക്ഷൻ എടുത്തിട്ട് അത് ഇവിടുന്ന് അകത്തോട്ട് കൊടുത്തിട്ട് വലിച്ച് ഇതിലേ എടുത്തുകൊണ്ട് വരണം. ഒന്നേ ഇതിലേ എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തോടെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. ചില വണ്ടികൾ ഇതിൻ്റെ അകത്തോടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എൻ്റെ ഇത് അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സൈഡ് ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ അകത്താണ് കേട്ടോ ഇത് കിടക്കുന്നത്, അല്ലാണ്ട് ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഡോറിൻ്റെ അകത്തോടെ എടുത്ത ഡോർ ജാമാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത്രയുള്ള സംഭവം. ഇത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, നമുക്ക് തന്നെ വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ പുറത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യാം എന്നേ ഉള്ളൂ. ഇനി ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുള്ള നൈറ്റ് ഫുട്ടേജും അതുപോലെ ഡേ ഫുട്ടേജും ഒക്കെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു ഡേ ടൈം ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ക്യാമറകളൊക്കെ ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്ത് പിന്നെ 1080p ക്യാമറാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1440p ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണമുണ്ട് ക്ലാരിറ്റിയുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ പൊതുവേ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ക്യാമറാസിൽ നമുക്കങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാറില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഒക്കെ അത്യാവശ്യം വിസിബിൾ ആണ്. കുറച്ച് വണ്ടിയുടെ അടുത്ത് വരണമെന്നേ ഉള്ളൂ, പക്ഷേ എന്നാലും നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ താഴത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ
കാണുന്നില്ല, ഈ 56, 54 അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൻ്റെ സ്പീഡ് ഓഫ് ചെയ്യാം. അതുപോലെ ഈ നെക്സ്റ്റ് ഡിജിട്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ബാഡ്ജിങ് ഓഫ് ചെയ്യാം. അതൊക്കെ ആപ്പിൽ പോയി ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ആപ്പിൻ്റെ ഒരു പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് തരാം. ജസ്റ്റ് ഒന്ന് ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡേ ടൈം ഫുട്ടേജ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ നൈറ്റ് ടൈം ഫുട്ടേജിലേക്ക് പോകാം. പൊതുവേ നമ്മുടെ ഈ ബഡ്ജറ്റ് ഡാഷ് ക്യാംസ് എല്ലാം സഫർ ചെയ്യുന്ന നൈറ്റ് ഫുട്ടേജിൻ്റെ കാര്യത്തിലാണ്. ഈ ക്യാമറയും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള നമ്പർ നിങ്ങൾക്ക് അത്യാവശ്യം റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വലിയ തിരക്കേടില്ലാതെ വണ്ടിയുടെ അടുത്ത് വരികയാണെങ്കിൽ രാത്രിയാണെങ്കിലും ഫുട്ടേജ് റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ നോയ്സ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫുട്ടേജിൽ. അതിപ്പം ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ ഇപ്പം വളരെ നല്ല വീഡിയോ ക്ലാരിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 8,000 എങ്കിലും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 70 MIയുടെയും അതുപോലെ വേറെ നല്ല കമ്പനികളുടെയൊക്കെ ഡാഷ് ക്യാം കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അത് ക്ലാരിറ്റി വേണമെങ്കിൽ മാത്രം. പക്ഷേ നിങ്ങൾക്കൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്ലാരിറ്റിയും വേണം, പക്ഷേ എന്നാൽ സാധനം അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതും ചൂസ് ചെയ്യാം. ഈ ഡാഷ് ക്യാം ആക്ച്വലി നമ്മുടെ വണ്ടിയിലൊരു വലിയ നെസസിറ്റി ആണ്. കാരണം നമുക്ക് എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. വല്ലവരും പട്ടം ചാടിയിട്ട് നമുക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളകത്താവും. കാരണം നമുക്ക് പ്രൂഫില്ല കാണിക്കാനായിട്ട്, നമ്മുടെ തെറ്റല്ല എന്നുള്ളത്. പക്ഷേ ഈ സാധനം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവർ ഇത് വെച്ചാൽ കാണിച്ചാൽ മതി. നമ്മുടെ അടുത്ത് പ്രൂഫുണ്ട്, നിങ്ങളിങ്ങനെ വട്ടം ചാടിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരക്കുള്ള ഈ ഒരു റോഡിൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് എന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഡാഷ് ക്യാംസ് അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വണ്ടിയിൽ വാങ്ങിച്ച് വെക്കാൻ നോക്കാം. ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇത്രയും കാലം എൻ്റെ വണ്ടിയിലില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ തെറ്റാണ് ചെയ്തത്. കാരണം വണ്ടിയിൽ വെക്കേണ്ടതായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല റണ്ണിങ് ഉള്ളതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഗാഡി ക്യാം എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ ഇനീഷ്യലി വന്നു കഴിയുമ്പം ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെ ഡാഷ് ക്യാം കണക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ വൈഫൈ വെച്ച് ഓൾറെഡി കണക്ട് ചെയ്തതാണ്. നമുക്കിത് കണക്ട് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്കകത്ത് കയറിയിരുന്ന് ഇതിൻ്റെ അകത്ത് വൈഫൈ ഓൺ ചെയ്ത് കണക്ട് ചെയ്ത് ചെയ്യലേ നിവൃത്തിയുള്ളൂ. ഓക്കെ, അല്ലാണ്ട് വീട്ടിൻ്റെ അകത്തൊക്കെ ഇരുന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല, വണ്ടിക്കകത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനീഷ്യലി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ്. കാരണം ഞാൻ വണ്ടി ഓണാക്കി വണ്ടിക്കകത്തിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സ്റ്റോറേജ് പോലത്തെ ഈ ഒരു സിമ്മിൻ്റെ സാധനത്തിലെടുക്കുകയാണെങ്കിൽ റെക്കോർഡിംഗ് ഓൾറെഡി നിൽക്കും, കാരണം ഇത് ഓണായിരുന്നു. ആൻഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ ഫുട്ടേജും കാണാൻ പറ്റും. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് താണ്ട് ഈ ഒരു സാധനമൊക്കെ കാണിക്കും, സ്പീഡും അതുപോലെ ഈ മറ്റേ ഓൾട്ടിറ്റ്യൂഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുക്കാം, ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിപ്പം മൊത്തത്തിൽ കാണിക്കുന്നതാണ്. നമ്മളിപ്പം ഞാൻ ലോക്ക്ഡ് വീഡിയോയുടെ കേസ് പറഞ്ഞില്ല, നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ആ ലോക്ക്ഡ് വീഡിയോ നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനാണ് ഈ സാധനം ഉള്ളത്. അത് ഞാൻ പറഞ്ഞു നമുക്ക് വോയിസ് കമാൻഡ്സ് വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അകത്ത് 2 സെക്കൻഡ് അല്ല 3 പ്രാവശ്യം ഞെക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ലോക്ക് വീഡിയോ എനേബിൾ ആക്കി കിട്ടും. അല്ലെങ്കിൽ ഡാഷ് ക്യാം തന്നെ സെൻസ് ചെയ്തോളൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ബാക്ക് അടിക്കാം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് നമ്മുടെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ ഒരു സ്പീഡും ഈ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് വലിയ നെസസറി അല്ല, കാരണം ഞാൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ നോക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതാണ്. പിന്നെ താണ്ട് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു പ്രിവ്യൂവും കിട്ടും. അപ്പോൾ ബാക്കി സാധനങ്ങൾ അങ്ങനെയും നോക്കാൻ പറ്റും. ഇവിടെ എല്ലാ ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ആപ്പിൻ്റെ ഒരു ഇൻഫർമേഷൻ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ വീഡിയോ. ഞാനിത് 1 മാസം ഉപയോഗിക്കാം. എന്നിട്ട് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ വേണമെങ്കിൽ റിവ്യൂ ഞാൻ തരാം. 1 മാസമല്ല, അത് കഴിഞ്ഞിട്ട് ഞാനിത് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനതപ്പോൾ പറയാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ ചോദിച്ചാൽ മതി, കമൻസിലാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിപ്പം എനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ 4,500 കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പീഡും സംഭവം കൂടെ ഒന്നും കാണണമെന്ന് നിർബന്ധമില്ലെങ്കിൽ 4,500 സാധനം വാങ്ങിച്ചാലും മതി. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സെയിം ഫുട്ടേജ് ക്ലാരിറ്റി ഒക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ അകത്തും കിട്ടുന്നത്. അപ്പോൾ 500 രൂപ അഡീഷണൽ സ്പെൻഡ് ചെയ്യണം എന്നില്ല. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ലൊരു സാധനമായിട്ട് തോന്നിയുകൊണ്ടാണ് ഞാനിത് റിവ്യൂ ചെയ്തത്. ആൻഡ് വീണ്ടും പറയുന്നു, നിങ്ങൾക്കിത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ SD കാർഡിൻ്റെ ലിങ്കും 128 വേണമെങ്കിൽ 128 വാങ്ങിക്കാം, 256 വേണമെങ്കിൽ അത് വാങ്ങിക്കാം. അതിൻ്റെയൊക്കെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കുറച്ചൊക്കെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കാം, കാരണം ഇപ്പോൾ എല്ലാം കൂടെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ 5 SD കാർഡിന് തന്നെ സാധനം കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു പാർക്കിംഗ് കിറ്റ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് അവർ തന്നെ ബാറ്ററിയും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ തരും. നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഉപയോഗിക്കില്ല. നിങ്ങൾക്കിപ്പോൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഈ ഒരു സംഭവം മോണിറ്റർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു CPL ഫിൽറ്റർ, അതായത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവം ഇതിൻ്റെ ഒരു ക്യാമറയ്ക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കാൻ പറ്റുന്ന പോലെ ഒരു ആക്സസറി ആയിട്ട് അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. ഇങ്ങനത്തെ അഡീഷണൽ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.